ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും അതിർത്തി പ്രദേശത്തുള്ള ശ്രീ പാശസുശീൽധാം സ്വസ്താംബർ ജൈന ക്ഷേത്രത്തിലാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, ഇതൊരു ജൈന ക്ഷേത്രമാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ് പൂർണ്ണമായിട്ടും വെള്ള മാർബിളിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. താജ്മഹൽ ഉണ്ടാക്കിയ അതേ മാർബിൾ വെച്ചിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കൊത്തുപണികൾ കാണാൻ സാധിക്കും. വെറൈറ്റി ആയിട്ടുള്ള ആന, അതുപോലെ തന്നെ പല കൊത്തുപണികൾ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടൊരു ക്ഷേത്രമാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതിനുള്ളിൽ ചെരുപ്പ് അലൗഡ് അല്ല. അതിന് ചെരുപ്പ് സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട്. അതിൽ കാല് കഴുകാനൊക്കെ പ്രത്യേക സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് നോക്കൂ, പല ക്ഷേത്രങ്ങളായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ മെയിൻ ക്ഷേത്രമാണ്. ശരിക്കും ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. കുറേ സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാന്ന്. ഞാൻ പിന്നെ പോയത് ശരിക്കും ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഇതിന് തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ സാധിച്ചു. സാധാരണ ക്രൗഡഡ് ആയിട്ടുള്ള സമയത്താണെങ്കിൽ അത് ചെക്കിങ് കൂടുതലായിരിക്കും. അത് സെക്യൂരിറ്റി ഉണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്കുള്ള ഭാഗമാണ്. നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് കൊത്തുപണികൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകളിലെ എൻഡിൽ ശരിക്കും സ്വർണ്ണം കെട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ നോക്കുമ്പോൾ കാണാനൊക്കെ വരില്ല. ഇത് കണ്ടോ, ഡിസൈൻ ചെയ്തേക്കുന്നതെല്ലാം വെള്ള മാർബിളിൽ തന്നെയാണ്. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ മെയിൻ ക്ഷേത്രം. അതിൻ്റെ അപ്പുറത്ത് വേറെ 2-3 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് അവിടെ കാണിക്കാം. അപ്പോൾ അത് ഈ കാണുന്നതാണ് അതിൻ്റെ അടുത്തൊരു ക്ഷേത്രം. ഇത് ശരിക്കും ഒരു മട്ടുപ്പാവ് സെറ്റപ്പാണ്. അത് കാണുന്നത് ചെറിയൊരു ക്ഷേത്രം. ഇതിനപ്പുറത്തേക്കും കുറച്ചുകൂടി ഉണ്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ട് ഇതിനകം കാണാൻ. അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാതിലുകൾ നിർമ്മിച്ചേക്കുന്നത് വെള്ളി കൊണ്ടാണ്. പ്യോർ വെള്ളിയിലാണ് നിർമ്മിച്ചേക്കുന്നത്. 4-5 വാതിൽ ഈ ക്ഷേത്രത്തിന് തന്നെയുണ്ട്. അത് ഓരോ ക്ഷേത്രങ്ങൾക്കും വേറെ വേറെ വാതിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അകത്തേക്ക് പോകാൻ നോക്കുമായിരുന്നു. ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവിടെ പണിയുടെ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇവരുടെ പ്രെയർ എന്ന് പറയുന്നത് എനിക്കൊരു വ്യത്യസ്തത തോന്നിയെന്ന് വെച്ചാൽ ഇവർ വായ മൂടിക്കെട്ടി, തുണി കൊണ്ട് വായ മൂടിക്കെട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതിൽ ആൾ കുറവാണെങ്കിലും ആ പൂജാരിയാണ് മുന്നേ ഇരിക്കുന്നത്. പിന്നെ ഒരു സ്ത്രീ ഇപ്പോൾ നടന്നു പോയത് കാണാം. ഇതിൻ്റെ പുറകിലുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇവർ അഹിംസയിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ഏതെങ്കിലും പ്രാണികൾ, ഇൻസെക്ട്സോ അങ്ങനെയൊന്നും വായിൽ പോകാൻ പാടില്ല എന്ന് ഓർത്തിട്ടാണ് ഇവർ വായ മൂടിക്കെട്ടി പ്രാർത്ഥിക്കുന്നത്. ഇത് ശരിക്കും എനിക്കും ഒരു പുതിയ അറിവായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചു. ഞാൻ ഇങ്ങനെ അകത്തൂടെ കയറി വീണ്ടും വെളിയിലേക്ക് ഇറങ്ങുണ്ടായി. ഇതിൻ്റെ പുറക് സൈഡിൽ നിന്നിട്ടുള്ള വെളിയിൽ ഇറങ്ങിയതിന് ശേഷമുള്ള വ്യൂ ആണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ ക്ഷേത്രമാണ്. മറ്റേ ആദ്യം കാണിച്ച ക്ഷേത്രത്തിൻ്റെ അത്രയും വലിപ്പമില്ല. അപ്പോൾ ആദ്യത്തെ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നത് ഒരു പുരുഷ വിഗ്രഹമാണ്. രണ്ടാമത്തെ ഈ ക്ഷേത്രത്തിൽ വെച്ചേക്കുന്നത് ഒരു സ്ത്രീയുടെ വിഗ്രഹമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡോറൊക്കെ വന്നിട്ട് വെള്ളി കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഇത് അവരുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട അവർക്കൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. ഞാനത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ശരിക്കും വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ഞാൻ പോയത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം, അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. പക്ഷേ വൈകുന്നേരങ്ങളിലൊക്കെ പോകാൻ സന്ധ്യയാകുന്ന സമയത്ത് ഇവിടുത്തെ ലൈറ്റിംഗ് ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞു കേട്ടു. നല്ല ഭംഗിയാണ് ഇരിക്കുകയെന്ന് മാത്രമല്ല നല്ല തണുപ്പാണെന്നും പറഞ്ഞു കേട്ടു. പകലത്തേക്കാൾ കൂടുതൽ കരിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ആ ചൂട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി നല്ലത് വൈകുന്നേരം പോകുന്നതാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന ചിലർ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇത് തന്നെ ഒരു ചെറിയ മന്ദിരമാണ്. അവിടെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനത് സ്ട്രെയിറ്റ് ആയിട്ട്, പക്ഷേ അതിനകത്ത് കയറാൻ സാധിക്കില്ല. അല്ല, പൂജാ വസ്ത്രത്തോടുകൂടി മാത്രമേ വന്നാലേ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പ്രവേശനമില്ല. അത് മാത്രമല്ല വേറെ കുറേ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ പണിയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അവരുടെ ഗുരുക്കന്മാരുടെയോ മറ്റോ പ്രതിമകളാണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൽ പ്രവേശനമില്ല. ഇനി കാണിക്കുന്നത് രണ്ടാമത്തെ ക്ഷേത്രമാണ്. ഇനി ഇത് വന്നിട്ട് അവിടുത്തെ ഒരു മ്യൂസിയമാണ്. ശരിക്കും അതിൻ്റെ നടുക്ക് വെച്ചേക്കുന്ന മാർബിളിൻ്റെ ആ ഒരു സ്തൂപം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോ വ്യക്തികളുടേതും ഓരോ വിഗ്രഹങ്ങളും ഒക്കെ പലതരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇത് ഫുള്ള് മാർബിളിൻ്റെ ഉണ്ട്, അല്ലാതെ പ്രിസം കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്. കുറേ വെറൈറ്റി ആയിട്ട് കാണാൻ സാധിക്കും. ഇതിനകത്തേക്ക് കയറുന്നതിന് പ്രവേശന സമയമുണ്ട്. ഞാൻ ചെന്ന സമയത്ത് ഓപ്പൺ ആയിരുന്നു. അത് കണ്ടില്ലേ, അത് സ്പടികം കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിൽ വരുന്ന വ്യക്തികളൊക്കെ ഇങ്ങനെ ഈ മ്യൂസിയം കൂടെ കാണാൻ സാധിക്കാറുണ്ട്. ഇത് നോക്കൂ, ഇതവരുടെ ഒരു കണ്ടിട്ട് ക്ഷേത്രത്തിൻ്റെ എന്തോ ഡിസൈൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത പ്രാവശ്യം മറ്റൊരു വിശേഷമായി വീണ്ടും എത്താം. അതുവരെ ടാറ്റാ ബൈ.